ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ പിക്സലാബിൻ്റെ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് വെച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ എൻ്റെ തംബ്നെയിലും പോസ്റ്ററും ഒക്കെ ഞാൻ പിക്സലാബിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ അതിനായിട്ടാണ് ഇന്ന് നമ്മൾ ഒരു വീഡിയോ കൊണ്ടുവരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഈ അടിയിൽ കിടക്കുന്ന 5 ടൂൾസാണ്. ഇത് പിക്സലാബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം അതിൻ്റെ അടിയിൽ കിടക്കുന്ന 5 ടൂൾസാണ്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഈ 2 സ്ക്വയറിൻ്റെ ഇതിനകത്തോട്ട് പോകാം. ഈ ടൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് കളർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏത് കളർ മെയിനായിട്ട് കൊടുക്കണമെന്നുള്ളതാണ്. പിന്നെ അത് ഗ്രേഡിയൻ്റ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻ്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ കളർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഇമേജ് സൈസ് ഉണ്ട്, എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ള ഇമേജ് സൈസ് എടുക്കാം. യൂട്യൂബ് തംബ്നെയിൽ ചിലതൊക്കെ അവരതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈസ് അറിയാമെങ്കിൽ സൈസ് അടിച്ച് കൊടുത്തിട്ട് എടുക്കാം. പിന്നെ വേറൊരു ടൂളെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ട്രാൻസ്പെറൻറ്റ് ഏറ്റവും മണ്ടയ്ക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത് അതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ലോഗയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരത്തില്ല. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പുതിയ ടെസ്റ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ന്യൂ ടെസ്റ്റ് എന്നതിനകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള അടിക്കാം. ഇവിടെ ഞാൻ ഷോർട്സ് ബൈ PV എന്നാണ് അടിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടിക്കാം. പിന്നെ അതിപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ ഫോണ്ടുണ്ട്, ഞാൻ ഇപ്പോൾ കാര്യം പറഞ്ഞുതരാം. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കറക്റ്റായിട്ട് സൂം ചെയ്ത് നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്കിതിനകത്ത് കുറേ ടൂൾസ് ഉണ്ട്. ഇതിനകത്ത് ആദ്യമേ പറയാനാണെങ്കിൽ എഡിറ്റ്, ഡിലീറ്റ്, കോപ്പി ടു ഫ്രണ്ട് ടു ബാക്ക് എന്നൊക്കെ ചോദിച്ചാൽ നമ്മളിതിനകത്ത് കുറേ ലെയർ വരുമ്പോൾ ഫ്രണ്ടിലാണോ ബാക്കിലാണോ എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്കിവിടെ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങോട്ടാണ് വെക്കേണ്ടത്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു സെൻറ്ററിലാണെങ്കിൽ അതിനകത്ത് ഞെക്കിയാൽ സെൻറ്റർ വരും. ഇപ്പോൾ ഞാൻ സെൻറ്ററിൽ വെച്ച്. ഇതിനെന്ന് വെച്ചാൽ സൈസാണ്, അത് നമുക്ക് സൈസ് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ ഇതെന്ന് വെച്ചാൽ ലെഫ്റ്റ് പേഡിങ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിലോട്ട് പോകും, അടുത്ത സൈഡിലോട്ട് പോകും. പിന്നെ കളറെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ഥലം മാത്രം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ PV എന്നുള്ളിടത്ത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിനകത്തൊരു ബ്ലൂ കളർ സെലക്ട് ചെയ്ത് എന്നിട്ട് ടിക്ക് ഞെക്കി. പിന്നെ നമുക്ക് ഇവിടെ ടെക്സ്ചർ കൊടുക്കാം. അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഇതുള്ളൊരു ഇമേജ് എടുത്താൽ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചാൽ ആ ഇമേജിനകത്ത് നമുക്ക് ടെക്സ്റ്റ് എഴുതി കാണിക്കും. പിന്നെ നമുക്ക് ഒപ്പാസിറ്റി, റൊട്ടേറ്റ്, മാസ്ക്, ഫോണ്ട്, സ്റ്റൈൽ അങ്ങനെ കുറേ ഉണ്ട്. നമുക്കിവിടെ ഫോണ്ടിനകത്ത് ഇത് പിക്സലാബ് തന്നെ നമുക്ക് തരുന്ന കുറച്ച് ഫോണ്ടാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് മൈ ഫോണ്ടെന്ന് കിടക്കുന്ന കാണാം. എന്ന് വെച്ചാൽ ഇത് ഇത്രയും ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്ടല്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നമുക്കത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഫുൾ ഫോണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. മലയാളം ഫോണ്ട് അതിനകത്ത് 2-3 ഉണ്ട്. പിന്നെ ഇതെല്ലാം നല്ല ഫോണ്ടുകളാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഷോർട്സ് ബൈ PV അല്ല എൻ്റെ ഫേവറേറ്റ് ഫോണ്ട് കൊടുത്തിട്ട് ഞാൻ PV മാത്രം ഇച്ചിരി ബോൾഡായിട്ടുള്ള ഇച്ചിരി ലോങ് ഫോണ്ട് കൊടുത്ത് എന്നിട്ട് നമ്മളിപ്പോൾ കാണാം ഷോർട്സ് ബൈ ചെറുതും PV വലുതും. എന്നിട്ട് നമുക്കിത് കറക്റ്റ് സെൻറ്ററിലോട്ട് വെക്കാം. അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററായി നമുക്കിതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്യാം. പിന്നെ ഇതിനകത്തായിട്ട് വരുന്ന സ്ട്രോക്കിനകത്ത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇതായിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചുമപ്പ് എടുത്തെറിയുന്നുണ്ട്, ചുമപ്പ് കൊടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വിട്ടെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് എന്തായാലും എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇൻഡി നിൽക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഷാഡോസ് കൊടുക്കാം. ഇതിനകത്ത് ഓണാക്കിയിട്ട് ഷാഡോസ് ബ്ലാക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. പിന്നെ ഇപ്പം ഷാഡോസിനകത്ത് തന്നെ നമുക്ക് കളറ് ട്രാൻസ്പെറൻറ്റോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇത് വരുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ ഈ വൈറ്റ് കളറൊക്കെ വെച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റീലിൻ്റെ കണക്കൊക്കെ എഡിറ്റ് ചെയ്യുന്ന ലോഗോയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, അതേ കണക്കത്തെയാണിത്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ റിഫ്ലക്ഷൻ ടൂളാണ്. ഇത് നമുക്ക് റിഫ്ലക്ഷൻ എടുക്കാം. പിന്നെ ഇവിടെ 3D ഷേഡ് ഉണ്ട്, അത് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ തന്നെ നമുക്കൊരു മേളിൽ ലൈറ്റ് അടിക്കുന്നതാണ്, നമുക്ക് അടിയിൽ ഷാഡോ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊക്കെ കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഷാഡോ കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് ഈ പിക്സലാബ് ടൂളിനകത്ത് വരുന്നത് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെയർ കണക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് സ്നാപ്ഷീറ്റിലെ വ്യൂ എഡിറ്റ്സിൻ്റെ കണക്കൊരു ഐക്കൺ അതിനകത്ത് കാണാം, 2 പേപ്പറിൻ്റെ ചിഹ്നം കണക്കത്തെ. ഇതിനകത്ത് നമ്മൾ എത്ര ലെയറായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് എല്ലാം നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ന്യൂ ടെസ്റ്റ് കൊടുത്ത് ഇപ്പോൾ ന്യൂ ടെസ്റ്റ് ഇടാവുന്ന ഇനി നമുക്ക് വേണം അടിയിലോട്ടൊക്കെ എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം, ലോക്കൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്കിനി നമുക്ക് ഷോർട്സ് പേപ്പർ ഒന്ന് മേളോട്ട് വെച്ചിട്ട് ഇതിനകത്ത് കേർഡ്സ് എന്നും പറഞ്ഞൊരു ടൂൾസ് ഉണ്ട്. ഇത് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിനകത്ത് നമുക്ക് ഇത്രയധികം കേർഡ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇംഗ്ലീഷും ഫ്രഞ്ചും ഭാഷ. അപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് കുറേ ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ്, സക്സസ്. പിന്നെ സക്സസ് എടുത്തിട്ട് നമുക്കിതിനകത്ത് കുറേ കേർഡ്സ് ഉണ്ട്, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം.
ഞാൻ ഇവിടെ രണ്ടാമത് കിടക്കുന്ന അതെടുത്തിട്ട് എന്നിട്ട് നമുക്കിതിനകത്ത് കുറേ അധികം സെൻറ്റൻസ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിനകത്ത് ഇനിയും അധികം എഡിറ്റ് ചെയ്യാം. അതിനകത്ത് ഇത് കാണാം. ഇതിനകത്ത് നമുക്കൊരു സൈഡിലോട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ എല്ലാം കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുന്ന കണക്ക്. പിന്നെ ഇതിനകത്ത് സ്പേസിങ് വരുന്നുണ്ട്. ഇതിനകത്ത് ലെറ്റർ സ്പേസിങ്ങും വേർഡ് സ്പേസിങ്ങും വരുന്നുണ്ട്. പിന്നെ അത് ലൈൻ സ്പേസിങ്ങിനകത്ത് സെൻറ്റൻസിന് തമ്മിലുള്ള അകലം നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്കിനി ചെറുതായിട്ടൊന്ന് സെൻറ്ററിലോട്ട് വെച്ചിട്ട് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നും പറഞ്ഞ സാധനം അത് ഓണാക്കിയിട്ട് നമുക്കിതിനകത്ത് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ PVക്ക് ഇട്ടേക്കുന്ന നീല തന്നെ കൊടുക്കാം. ഈ നീല തന്നെ കൊടുത്തിട്ട് നമുക്കിതിനകത്ത് ലെഫ്റ്റ് പേഡിങ് എന്നതിനകത്ത് 6ഉം അത് കണക്ക് റൈറ്റിനകത്തും സെയിം അത് കണക്ക് 6 കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും അടി നമുക്കതിനകത്ത് റേഡിയസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നമുക്ക് റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ അറ്റം നമുക്കിങ്ങനെ വളയുന്ന കാണാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു ടെസ്റ്റിൻ്റെ എഡിറ്റ് ചെയ്തത്. പിന്നെ നമുക്കിതിനകത്ത് ഫോണ്ടൊന്ന് മാറ്റാം. ഇതിനകത്ത് ഞാൻ ഫോണ്ട് എന്ന് പറയുമ്പോൾ ഫുൾ ഫോണ്ടായിട്ട് ഇതിനകത്ത് കിടക്കുന്നത് നമുക്ക് ഇതെടുക്കാം. എക്സ്ട്രാ ബോൾഡ് ഇതെടുത്തിട്ട് നമുക്കിപ്പോൾ കാണാം. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഓരോ ടെസ്റ്റിൻ്റെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് ടെസ്റ്റിൻ്റെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടൂൾസിലോട്ട് പോകാം. അപ്പോൾ നമുക്കിനി അടുത്ത ഓപ്ഷനിലോട്ടോ ഇതിനകത്ത് റിങ് കണക്ക് 3 ഐക്കൺ അതിനകത്ത് ഫയലിലോട്ട് ചെന്നാൽ നമുക്കിതിനകത്ത് സേവ് ചെയ്തേക്കുന്ന എല്ലാം കാണാം. എന്നിട്ട് നമുക്കിതിൻ്റെ അടിയിൽ അവർ കുറച്ച് നമുക്ക് തന്നെ തരുന്നുണ്ട്. നമുക്കിതിനകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്ത് നോക്കാം. ഇതെന്ന് വെച്ചാൽ അവർ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് തരുന്നതാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവർ തന്നേക്കുന്നതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്യും. ഇപ്പം നമുക്കിതിനകത്ത് ഇതെടുക്കാം. പിന്നെ അവർ പറയുന്നുണ്ട് ഇതെടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോജക്റ്റൊക്കെ നഷ്ടപ്പെടുമെന്ന്. അപ്പോൾ അത് ഓക്കെ കൊടുത്തിട്ട് ഇതെടുക്കാം. പിന്നെ ഇതിനകത്ത് കുറേ കാണാം. ഇതൊക്കെ നമുക്കിതിനകത്ത് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കിവിടെ നടുക്ക് ഫോട്ടോ അങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഓരോ ഫോണ്ട് അവർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് അടുത്തായിട്ട് വരുന്ന ഈ ബോക്സ് ഇങ്ങനെ റൗണ്ട് ചിഹ്നത്തിൽ വരുന്നതാണ് ഇതിനകത്ത് നമ്മൾ ഓരോ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ഇതിനകത്താണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. പിന്നെ അത് ഞാൻ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടല്ലോ. അതിനകത്ത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. അപ്പോൾ അത് സ്റ്റിക്കേഴ്സ് എടുക്കുമ്പം ഇതിനകത്ത് കുറേ ഇമോജി കണക്കത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരും. പിന്നെ അത് ആ സൈഡിൽ കാണുന്ന അതിനകത്ത് ഇപ്പോൾ ഇവിടെ ഒരു സാധനം ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അവിടെ വെച്ചിട്ട് സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും തുടങ്ങുമ്പം അതങ്ങ് മാറും. അതെന്ന് വെച്ചാൽ ലൈറ്റ് ഗ്ലോ കണക്ക് അങ്ങനത്തെ ഒരു സംഭവമാണ്. അതെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇതിനകത്ത് ഓണാക്കുമ്പോൾ ചുവപ്പ് വരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഓരോ ലൈറ്റൊക്കെ സൈഡിൽ നിന്ന് റിഫ്ലക്ഷൻ വരുന്ന കണക്കത്തെ അതാണിത്. പിന്നെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഏത് ഇമേജ് എടുത്താൽ അതിനകത്ത് ഹ്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഈ ഗ്ലോയിനകത്ത് ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതിനകത്ത് കളർ വേറെ പോയി സെലക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്ത് ഇനി അടുത്തതിലോട്ട് പോകാം. എന്നിട്ടിപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് ഈ ഫോട്ടോയാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സ്ക്വയർ എങ്കിൽ സ്ക്വയർ. പിന്നെ നമുക്ക് ഇവിടെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഫ്ലിപ്പ് ചെയ്യാം. പിന്നെ തലകുത്തനെ ഫ്ലിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള സൈസ് എടുക്കാം. അതിനകത്ത് നമുക്ക് ഓരോ റേസ് ടു സൈസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടെ ലോക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാനകത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. അപ്പോൾ ഇത് മായ്ക്കാനായിട്ട് നമുക്കിപ്പോൾ നേരെ ഇതിൻ്റെ അടിയിലോട്ട് പോയിട്ട് ഇതിനകത്ത് ഇറേസ് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതങ്ങോട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് വൈറ്റും മായും. കാരണം അതിൻ്റെ ഡിഫാൾട്ടാണ് വൈറ്റ്. ഏത് കളറായാലും നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് മായ്ക്കും. ഇപ്പോൾ കറുപ്പാണെങ്കിൽ കറുപ്പ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെളുപ്പ് അങ്ങോട്ട് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെളുപ്പാക്കിയിട്ട് സെലക്ട് ചെയ്യും. ഇതിനകത്ത് വൈറ്റ് എല്ലാം ഇറേസ് ആയി പോകുന്ന കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ വൈറ്റ് എല്ലാം ഇറേസ് ആയത്. നമുക്കിതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് അത് മാത്രം സെലക്ട് ചെയ്തെങ്കിലും കളർ കൊടുക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ഇതിനകത്തൊരു നീല കളർ കൊടുക്കുവാണ്. നേരത്തെ സെലക്ട് ചെയ്ത ആ സെയിം നീല കളറ്. എന്നിട്ട് ആ നീലതിനകത്ത് വൈറ്റിനായതുകൊണ്ട് നീലിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ നീല ഡാർക്കാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഡാർക്കാക്കി. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഡാർക്കാക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് വൈറ്റ് അത്രയും അങ്ങോട്ട് പോയിട്ടില്ല. ചെറുതായിട്ട് ബോർഡർ അറിയാൻ പറ്റുന്നത്. പിന്നെ നമുക്കിതിനകത്ത് ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് അവിടെ നിന്ന് അനങ്ങത്തില്ല. എന്നിട്ട് ലോക്ക് അഴിക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് അതൊന്ന് കുറയ്ക്കാം, ആ ബോർഡർ അറിയുന്ന രീതി. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും അടി ഇറേസ് കളറിലോട്ട് പോകാം. എന്നിട്ട് അതിനകത്ത് ആ ടോട്ടലൻസ് ആ സംഭവം ഒന്ന് കൂട്ടി കൊടുക്കണം. പിന്നെ ഇപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം അതിനകത്ത് അതിൻ്റെ ബോർഡറൊക്കെ മാറിപ്പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് നമുക്കിതിനകത്ത് ഈ കളർ കൊടുത്തു.
അടുത്തായിട്ട് നമുക്കിതിനകത്ത് ഇതിനകത്തൊരു ഇറേസ് ടൂള് പരിചയപ്പെടാം. ഇറേസ് ടൂള് ഇതിനകത്തപ്പോൾ നമുക്ക് ദാണ്ട് ഈ കിടക്കുന്നതാണ് ഇറേസ് ടൂൾ. ഇതിനകത്ത് എടുത്തിട്ട് നമുക്ക് ആ സൂം ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡബിൾ ഫിംഗറോ ഒറ്റ ഫിംഗറോ കൊണ്ട് നമുക്കതൊന്ന് സൂം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന സാധനത്തിൽ പിടിച്ചേക്കുമ്പോൾ ഹാർഡ്നെസ്സും സൈസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഹാർഡ്നെസ് നമുക്ക് വേണ്ടത്ര വരയ്ക്കാം. പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വരയ്ക്കുന്നതിന് കുറച്ച് മുകളിലായിട്ടേ മായത്തുള്ളൂ. അത് ഞാൻ ഒട്ടും ഇട്ടില്ല. പിന്നെ നിങ്ങൾക്കിവിടെ മായുന്ന കാണാം. വൈറ്റ് മായ്ച്ചാലും കുഴപ്പമില്ല, നമ്മൾ വൈറ്റ് നേരത്തെ മായ്ച്ചുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാതെ വായിക്കുന്ന ഇതിനകത്ത് പിടിച്ച് ഞെക്കുമ്പോഴാണ് അത് മായുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മായ്ച്ച് കളയാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിവിടെ മായ്ക്കുമ്പോൾ കറുപ്പ് അത് മായഞ്ഞു പോകുന്നത്. നമുക്ക് ടിക്ക് കൊടുക്കാം. നിങ്ങൾക്ക് കാണാതെ ആ സൈഡിലത്തെ അത് മായഞ്ഞ് എന്നിട്ട് നമുക്ക് ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കാവും. നമ്മളെന്തായാലും അതൊന്നും മായ്ച്ചില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഷേപ്സ് എന്നൊരു ടൂളിനകത്താണ് ഷേപ്സ്, അതെടുത്തിട്ട് നമുക്കിതിനകത്ത് ഗ്രേഡിയൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ഏറ്റവും അടിയിൽ മാത്രം ഈ ഷേപ്പ് റെക്റ്റാങ്കിൾ ഏറ്റവും അടി കൊടുക്കാം. എന്നിട്ട് അത് ഗ്രേഡിയൻ്റ് എടുത്തിട്ട് നമുക്ക് ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് അതിനകത്ത് ഏറ്റവും അടി കിടക്കുന്നതിനകത്ത് ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് അതങ്ങൊരു ഫുൾ ബ്ലാക്ക് ആക്കണം, ഫുൾ ബ്ലാക്ക്. എന്നിട്ട് മേളിൽ കിടക്കുന്ന വൈറ്റ് എടുക്കണം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വൈറ്റും ബ്ലാക്കും തമ്മിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വൈറ്റ് എടുത്തിട്ട് ആ വൈറ്റിൻ്റെ സ്ഥലത്ത് നമുക്കിത് കൊടുക്കണം. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഈ സ്ട്രോക്കിൻ്റെ സ്ഥലത്ത് പോയി കളർ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കതിനകത്ത് കളർ വരത്തില്ല, നമുക്കത് തെറ്റിപ്പോയി. നിങ്ങൾക്ക് പിന്നെ നമ്മൾ അവിടെ കിടന്ന് കറങ്ങി അടിക്കും, അതങ്ങനെ വരാത്തെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ എനിക്കും അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ സ്ട്രോക്കിൻ്റെ സാധനത്തിൽ പോയിട്ട് കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ബഗ്ഗാണ്. പക്ഷെ അത് ബഗ്ഗും കാര്യമൊന്നുമല്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. അപ്സൈഡ് ഡൗൺ സൈഡിൽ നിന്ന് സൈഡിലോട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഇവിടെ മാറാത്തത് കാരണം നമ്മളത് സ്ട്രോക്ക് കളറാണ് എഡിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് സ്ട്രോക്ക് നമ്മൾ ഇട്ടിട്ടില്ല കളർ മാറാൻ, അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളത് മാറാത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് അടിയിലോട്ട് പോകുമ്പോൾ പിന്നെ ഇതിനകത്ത് ഫിൽ കളർ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് നമുക്ക് ഗ്രേഡിയൻ്റ് കൊടുത്തിട്ട് ഫസ്റ്റിൽ കിടക്കുന്ന ഓപ്ഷൻ അത് നമ്മൾ നേരിട്ട് എഡിറ്റ് ചെയ്താണ്, അത് വന്നത് കാണാം. പിന്നെ നമുക്ക് അടിയിൽ നിന്ന് കറുപ്പും മേലോട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടും കിടക്കുന്നത് കാണാം. എന്നിട്ട് നമുക്ക് ആ വ്യൂ ഡിറ്റ്സിൻ്റെ ഐക്കണിൽ പോയിട്ട് വേണമെങ്കിൽ ഈ ട്രാൻസ്പെറൻറ്റ് നമുക്കങ്ങ് ഏറ്റവും അടിയിലോട്ട് പ്രസ് ചെയ്ത് താഴോട്ട് നീക്കാം. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് മേലോട്ട് ഇതായത് കാണാം. നമുക്ക് അടുത്ത ടൂള് പരിചയപ്പെടാൻ ഡ്രോ ടൂള്. ഇതിനകത്ത് ഇല്ലാത്ത ടൂൾസ് ഇല്ല, സത്യം പറയാമല്ലോ. ഇതിനകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. കറക്റ്റ് ഒരു മൊബൈൽ ഫോട്ടോഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡ്രോയിങ് ടൂളിൽ പോയിട്ട് നമുക്ക് ഇതിനകത്ത് പെൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ സ്മൂത്ത്നെസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ബ്ലർ റേഡിയസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിനകത്ത് നമുക്ക് ഇവിടെ സ്മൂത്ത്നെസ്, പിന്നെ അതിനകത്ത് ഫിൽ ഇൻസൈഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരച്ചിട്ട് ഒരു അറ്റത്തൊട്ടും അതിൻ്റെ അകം മൊത്തം ഫില്ലാകുന്നതാണ് ഫിൽ ഇൻസൈഡ്. അത് കുറച്ചിട്ട് ഇനി ഡാഷ്ഡ് ലൈൻസ് എന്ന് വെച്ച് ഇങ്ങനെ വരയ്ക്കുമ്പം ഇങ്ങനെ വിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബ്ലർ റേഡിയസ് കൂടുതലായതുകൊണ്ടാണ് നമുക്കിപ്പം അതിനകത്ത് വിടാത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ അത് മായുന്നത്. പിന്നെ ഇതിനകത്ത് നിയോൺ എഫക്റ്റ് ഉണ്ട്. നിയോൺ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിതെല്ലാം ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻ സൈസും വലുതാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഡ്രോ ചെയ്യാം. എന്നിട്ട് ടിക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പിടിച്ച് വലുതാക്കണം, സൂം ചെയ്യണം. ഇത് ഞാൻ ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിക്കണത്. പിന്നെ നമുക്കിതിനകത്ത് ഒപ്പാസിറ്റി കുറയ്ക്കാം. പിന്നെ നമുക്കിതിനകത്ത് പിന്നെ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ അടിയിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ആ ആളിനെ അതിനകത്ത് ആ ലെയർ അങ്ങ് മേളിലോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ രണ്ടാമത് ഇട്ടതിനകത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് മാറാൻ ഇങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് പിടിച്ചാൽ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് അവിടെ കൊണ്ടുവെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ ബഗ്ഗ് മാറിയത്, ബഗ്ഗല്ല നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് മാറിയത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് അയാൾക്ക് വേണ്ടി ഒരു ഷാഡോസ് ഇടാം. പിന്നെ അതിനകത്ത് അത്രയ്ക്ക് ബ്ലാക്ക് വേണ്ട, എന്തായാലും ഈ കളർ ഈ ബ്ലാക്ക് മതി. എന്നിട്ട് നമുക്ക് ആ ഷാഡോസ് ഇടാം. പിന്നെ ഇതിനകത്ത് ആരോ ടൂളുണ്ട്. ആരോ ടൂളെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തംബ്നെയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരോയുടെ സൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ അറ്റത്തും ആരോയ്ക്ക് പകരം വേറെ എന്താ വേണമെങ്കിലും ആക്കാം. റൗണ്ട്, റെക്റ്റാങ്കിൾ, സ്ക്വയർ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമുക്കിവിടെ അതിൻ്റെ എൻഡ് ആരോ സൈസൊക്കെ കുറയ്ക്കാം, ഒപ്പാസിറ്റി കുറയ്ക്കാം. പിന്നെ ആരോയ്ക്ക് കളറൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ അതിനകത്ത് സ്ട്രോക്കൊക്കെ കൊടുക്കാം കറക്റ്റായിട്ട്. ഒപ്പാസിറ്റിക്ക് അത് വരെ നമുക്കിതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം.
പിന്നെ അത് നമുക്ക് അതിനകത്ത് മാന്ത്രിക തണ്ടിൻ്റെ കണക്കൊരു ഐക്കൺ കാണാം. അതെടുത്ത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വല്ലതും ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പറ്റത്തില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ അടിച്ച് പോയിട്ട് അതെല്ലാം അങ്ങ് ഡിലീറ്റ് ആക്കാം. നമ്മൾ വരും ചുമ്മാ ചെയ്തില്ലേ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് സൈഡിൽ കറുപ്പൊക്കെ ഇടാം. എന്നിട്ട് അതിനകത്ത് നോയ്സ് എന്ന് പറയുന്നതിനകത്ത് ഓണാക്കി നമുക്ക് ഇതിനകത്ത് ആൽഫയൊക്കെ കുറച്ച് പണ്ടത്തെ ടി വി കേബിൾ പോകുന്ന കണക്കത്തെ എഫക്റ്റൊക്കെ ഇടാം. അത് നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അത് സ്ട്രിപ്പ് ഉണ്ട്, അത് ഓണാക്കിയിട്ട് നമുക്കിതിനകത്ത് ആൽഫയെന്ന് വെച്ചാൽ ഒപ്പാസിറ്റി, എന്നിട്ട് അതിൻ്റെ റിപ്പീറ്റൊക്കെ കുറച്ച് നമുക്ക് സേവ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ബ്രൈറ്റ്നസ് ഒക്കെ കൺട്രോൾ ചെയ്യാം. പിന്നെ അതിനകത്ത് കോൺട്രാസ്റ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് അടുത്തതെന്ന് പറയുമ്പോൾ ഹ്യൂവിനകത്ത് ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ ഇമേജ് മൊത്തം ബ്ലാക്കാണ്. എന്നിട്ട് ഇവിടെ അടുത്തൊരു ചെറിയ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ന്യൂ ടെസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ലെറ്റർ അടിക്കാം. ഇതിനകത്ത് ഇവിടെ എക്സ് അടിച്ചിട്ട് നമുക്ക് ഡൺ വെക്കാം. എന്നിട്ട് നമുക്കിത് വലുതാക്കാൻ വേണ്ടി സൈസിലോട്ട് പോയിട്ട് നമുക്ക് അതിനകത്ത് ഒന്നുകൂടെ സൈസിലോട്ട് പോകണം. എന്നിട്ട് അതിനകത്ത് അത് നീക്കിയാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം സൈസ് അങ്ങ് വലുതായി. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിലോട്ട് വെക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഫോണ്ട് മാറ്റാം. ഏതെങ്കിലും ഒരു നല്ല ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫോണ്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കിതിനകത്തെന്ന് പറയാൻ നമുക്കിതിനകത്ത് 3D എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. 3D എടുത്തിട്ടാണെങ്കിൽ ഡെപ്ത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് പല രീതി അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡെപ്ത്തൊക്കെ കുറയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് കളറൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ബ്ലാക്ക്, പിന്നെ അതിനകത്ത് ഓട്ടോ കൊടുക്കാം. എന്ന് വെച്ചാൽ അത് അവർ തന്നെ തീരുമാനിക്കും. പിന്നെ ഗ്രേഡിയൻ്റ് കൊടുക്കാം. ഏത് വേണമെങ്കിലും കൊടുക്കാം. ഗ്രേഡിയൻ്റ് ഇഷ്ടമുള്ള കൊടുക്കാം. ഗ്രേഡിയൻ്റ് കൊടുക്കുന്ന അത്ര നല്ലതല്ല. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ അത് നല്ല. ഞാൻ തൽക്കാലം ഇപ്പോൾ ഗ്രേഡിയൻ്റ് കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ ലൈറ്റിൻ്റെ ഐക്കണിൽ പിടിച്ച് കറക്കി നമുക്ക് അതിൻ്റെ ഇത് കറങ്ങുന്ന കാണാം. പിന്നെ അതിനകത്ത് ഡ്രസ്സൊക്കെ റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ അതിനകത്ത് ഓരോന്ന് അതിൻ്റെ ഷാഡോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ അതോ ഒരു ഹാർഡ്നെസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ചുമ്മാ ഒരു ഷാഡോസ് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഷാഡോസ് നമുക്ക് അതിനകത്ത് ഓൺ ചെയ്യാം. എന്നിട്ടിപ്പോൾ ഇതിനകത്ത് ഷാഡോസൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ചെയ്യാം. ഇനി സേവ് ആസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരെണ്ണം കാണാം. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഫയലിൻ്റെ ചിഹ്നം അതിനകത്ത് സേവ് ആസ് പ്രോജക്റ്റിൽ നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും വന്ന് എഡിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് സേവ് ആസ് ഇമേജ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് PNG എന്നും JPG എന്നും കൊടുത്തിട്ടുണ്ട്. PNG എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് PNG കൊടുക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും അൾട്ര കൊടുക്കാം. എന്ന് വെച്ചാൽ ഫുൾ ക്ലാരിറ്റി, നല്ല സൂപ്പർ ക്ലാരിറ്റി വരും. എന്നിട്ട് സേവ് ടു ഗാലറി കൊടുക്കാം. ഇപ്പം മാത്രമേ ഇവിടെ എഡിറ്റ് ചെയ്യും. ഇത് മാത്രമാണ് ഈ ആപ്പിൻ്റെ പോരായ്മയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയും ഫ്രീ ആയിട്ട് തരുന്നൊരു ആപ്പാണ്. ഫുൾ ഫ്രീ ആണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു കണ്ടൻറ്റ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.